2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന കേസിൽ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ സമർപ്പിച്ചു. കോടതി അപേക്ഷ പരിഗണിച്ചാൽ മാനസികാരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കേസിൽ പ്രതി ഇടയ്ക്കിടെ മൊഴി മാറ്റിപ്പറയുന്നത് പോലീസിനെ കുഴക്കിയിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. ഉറങ്ങിക്കിടന്ന ഇളയ കുഞ്ഞിനെ കാണാനില്ലെന്ന് അമ്മ ശ്രീതുവാണ് അയൽക്കാരെ അറിയിച്ചത്. നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ നേരം നടത്തിയ തിരച്ചിലിലാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ബന്ധുക്കളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞിന്റെ അമ്മാവനും ശ്രീതുവിന്റെ സഹോദരനുമായ ഹരികുമാർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. വെളുപ്പിന് 5 മണിയോടെ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലെറിയുകയായിരുന്നുവെന്ന് ഹരികുമാർ പോലീസിനോട് സമ്മതിച്ചു. കുഞ്ഞിനെ തിരയാനും ഹരികുമാർ പോലീസുകാർക്കും നാട്ടുകാർക്കും ഒപ്പം ചേർന്നിരുന്നു. കൊലപാതകം സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ ഏറെ ഉണ്ടെങ്കിലും എന്തിനാണ് ദാരുണകൃത്യം നടത്തിയതിനെ സംബന്ധിച്ച് വ്യക്തത പോലീസിന് ലഭിച്ചിട്ടില്ല. തെളിവുകളുടെ അഭാവമാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. ഹരികുമാർ ഈ കുറ്റം സമ്മതിച്ചിട്ടുള്ളതാണ്. മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലം കൂടിയാണ്. കുറച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ പറയണതല്ല, കുറച്ച് കഴിഞ്ഞാൽ പറയാം. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. റിമാൻഡിലുള്ള ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. അപേക്ഷ കോടതി പരിഗണിച്ചാൽ മാനസികാരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാകുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നു. കുഞ്ഞിനെ അമ്മാവൻ കൊലപ്പെടുത്തിയത് എന്തിനെന്ന ചോദ്യത്തിന് അന്വേഷണം തുടരുന്നതിനിടെയാണ് അമ്മ ശ്രീതുവിനെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഇവരെ റിമാൻഡ് ചെയ്തു. ദേവസ്വം ബോർഡിലെ ജീവനക്കാരി എന്നായിരുന്നു കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ ശ്രീതു നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. കരാർ അടിസ്ഥാനത്തിൽ പോലും ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിട്ടില്ലാത്ത ശ്രീതു ജോലി വാഗ്ദാനം ചെയ്താണ് പലരിൽ നിന്നുമായി പണം തട്ടിയത്. പലതവണകളായി 10 ലക്ഷം രൂപ ശ്രീതു തട്ടിയെന്നാണ് ബാലരാമപുരം സ്വദേശിയുടെ പരാതി. വിശ്വാസവഞ്ചന, സാമ്പത്തിക തട്ടിപ്പ്, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകളാണ് ശ്രീതുവിനെതിരെ ചുമത്തിയിട്ടുള്ളത്. തട്ടിപ്പിൽ ഇടനിലക്കാരനെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. നേരത്തെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച കരിക്കകം സ്വദേശിയായ ജ്യോത്സ്യൻ ദേവിദാസന് ഈ ഇടപാടുകളിൽ പങ്കുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.